വിനയം മക്കളെ മനഃപൂർവ്വം കൊണ്ടെന്ന് ഏൽപ്പിച്ചതല്ലെങ്കിൽ മാഷ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കും അതിന് മോളെ. അവൻ ചിലപ്പോ അങ്ങനെയൊന്നും പറഞ്ഞു കാണില്ല, എന്നാലും മാഷിന് അത് ബോധ്യമായി കാണും. അതുകൊണ്ട് കുട്ടികളെ ഇനി അവന് വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിലാ അദ്ദേഹം. അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്ത എന്തായാലും നന്നായി. ഇനി ആർച്ചമോളെയും ഭദ്രമോളെയും കാട്ടി അവന് നമ്മളെ പേടിപ്പിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇളയ കുഞ്ഞ് വിനയന്റെ കയ്യിലാണല്ലോ. ആ ഒരു വേവലാതി മാഷിനുണ്ട്. ആ കുഞ്ഞിനെ എന്തായാലും അവൻ വിട്ടുതരികയില്ല. അതെ, വിജയ് മോൻ അവന്റെ സ്വത്തും നിധിയൊക്കെയാ. അതുകൊണ്ട് ആ മോനെ അവൻ പൊന്നുപോലെ നോക്കി വളർത്തും. തൽക്കാലം ആ കുഞ്ഞവിടെ സുഖമായിട്ട് വളരുമല്ലോ എന്ന് ആലോചിച്ച് ആശ്വസിക്കാം. അത്രേ പറ്റൂ. ഭാനുമേ, അതിങ്ങതാ. എന്തായാലും അനുമോള് കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞത് അച്ഛനൊരാശ്വാസമായി കാണും. പിള്ളേർക്കും അതൊരു സന്തോഷമായിരിക്കും. ഇവിടെ വന്നപ്പോ എനിക്കും മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് ഭാനുമേ. അവിടെ എനിക്ക് സ്വതന്ത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാ. എനിക്കും തോന്നി. ഞാൻ പിന്നെ മാഷിന്റെ മുമ്പിൽ വെച്ച് ഒന്നും ചോദിക്കാൻ പറയാൻ വേണ്ടാന്ന് വെച്ചാ. വെറുതെ എന്തിനാ ആ മനുഷ്യനെ കൂടി വിഷമിപ്പിക്കുന്നേ? അച്ഛനും അവിടത്തെ സ്ഥിതി കുറച്ചൊക്കെ അറിയാം. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോഴേ ഇന്ദ്രേട്ടന്റെ അച്ഛനെ ആ നരകത്തിലേക്ക് എത്തിക്കണ്ടായിരുന്നു തോന്നും. അവിടെ എത്തിപ്പെടാനല്ലെങ്കിൽ ശേഖരൻ പിന്നെ എന്തിനാ മോളെ പുനർജന്മം കിട്ടിയതുപോലെ തിരിച്ചു വന്നത്? എനിക്ക് തോന്നുന്നതേ ഇതൊരു ദൈവനിയോഗം തന്നെയാണെന്ന. അവൻ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യും. ദൈവം ഒന്നും കാണാതെ ശേഖരനെ അവിടെ എത്തിക്കില്ലല്ലോ. ഒന്നുകിൽ കുടുംബത്തെ ഉപേക്ഷിച്ചു പോയ തന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ, അതല്ലെങ്കിൽ സുശീലയെ ഒരു പാഠം പഠിപ്പിക്കാൻ. ആ സ്ത്രീയെ പാഠം പഠിപ്പിക്കാനൊന്നും അദ്ദേഹത്തിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാനുമേ, ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് ആ മനുഷ്യനിപ്പോ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു പോയെങ്കിലോ എന്നാ. അത്രയ്ക്ക് വലിയ ദ്രോഹമാ ഭാനുമേ ആ മനുഷ്യനോട് അവിടെയുള്ളവര് കാണിക്കുന്നത്. അച്ഛനെ ദ്രോഹിക്കുന്ന കാര്യത്തിലേ മക്കൾ അമ്മയെക്കാളും ഒട്ടും പുറകിലല്ലല്ലോ. അങ്ങനെ ചോദിച്ചാ ഇന്ദ്രേട്ടനും സത്യനും അദ്ദേഹത്തെ കഷ്ടപ്പെടുത്തുന്നതിനോട് യോജിപ്പൊന്നുമില്ല. എന്നാലും അമ്മ ചെയ്യുന്നതിനെ അവര് തടയാനും തയ്യാറല്ല. സോന പിന്നെ അമ്മയുടെ തനി പകർപ്പായിക്കൊണ്ടിരിക്കാം. ഇങ്ങനെ പോയാ ശ്യാമ അവളെ ഉപേക്ഷിച്ചു പോകുന്നുള്ള പേടി പോലും ഇന്ദ്രേട്ടനും സത്യനും എനിക്കെല്ലാം ഉണ്ട്. ശ്യാമ സോനയെ ഉപേക്ഷിച്ചു പോയാലേ സുശീല സന്തോഷിക്കുകയുള്ളൂ. ഭർത്താവില്ലാതെ ജീവിച്ച് കാണിച്ചവളല്ലേ അവള്. ആ അമ്മയുടെ പാരമ്പര്യം മകളിലൂടെ നിലനിർത്തണമല്ലോ. പക്ഷേ അതോടെ സുശീലയുടെ നാശം തുടങ്ങും. അമ്മയും മകള് ശത്രുക്കളാകും. ആൺമക്കൾ അമ്മയെ ഉപേക്ഷിച്ചു പോകും. സുശീലയെ ദൈവം പോലും ഉപേക്ഷിച്ച് കളയാൻ പോകുന്ന കാലം വരുന്നതേ ഉള്ളൂ മോളെ. നീ കണ്ടോ? ഈ അമ്മയും മാമനും എന്ത് പണിയാ കാണിച്ചത്? ഇന്ന് പീതാംബരൻ സാറിന്റെ വീട്ടിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞു. മോനെ അടങ്ങിയിരിക്കണം കേട്ടോ. അച്ഛൻ ഫോൺ ചെയ്യട്ടെ. എന്താണ് നാശം പിടിക്കാനായിട്ട് മാമ ഫോണോടെ വെച്ചിട്ടാണോ പോയത്? അമ്മ പിന്നെ പോകുമ്പോ ഫോൺ എടുക്കുന്ന പതിവില്ലല്ല. ഇത് ചെയ്യാനാണെന്ന് പറ. വരെയും കൊണ്ട് അച്ഛന്റെ ചക്കരവാ.
വാ വാ വാ. ദേ ഇവിടെ മുഴുവൻ സമയം നിന്റെ അടുത്തിരിക്കാനാണ് അച്ഛൻ ആഗ്രഹം. പക്ഷെ ഇന്ന് വർക്ക് തുടങ്ങിയില്ലെങ്കിലേ അച്ഛന്റെ പ്ലാനിങ് ഒക്കെ പൊളിയും. ആ നിന്നെ നോക്കാൻ അപ്പുറത്തെ സീമേച്ചിയെ വിളിക്കാം. അച്ഛന് വേറെ വഴിയൊന്നും ഇല്ലടാ. കേട്ടാ കാരയല്ല സീമേച്ചിയെ വിളിക്കാം. ആ മോനെ ഇവിടെ കിടക്കേ, അച്ഛമ്മനെ കണ്ടിട്ട് വരാവേ. ഇപ്പൊ വരാട്ടോ, അച്ഛമ്മയെ കണ്ട. ആ വന്ന അമ്പലത്തിൽ പോവാൻ കണ്ട ഒരു ദിവസം. എടാ ഇന്ന് വിശേഷ ദിവസം ആയതുകൊണ്ടല്ലേ ഞങ്ങൾ പോയത്. അത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. അതെന്താടാ, നിന്റെ CCTVയുടെ വർക്ക് ഒന്ന് തുടങ്ങിയല്ലേ? പുതിയൊരു കാര്യം തുടങ്ങുമ്പോ അമ്പലത്തിൽ വഴിപാട് വെച്ച് തുടങ്ങുന്നല്ലേ നല്ലത്. എന്നും പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പോയാ എനിക്ക് മോനെ തനിച്ചാക്കി വർക്കിന് പോകാൻ പറ്റുമോ? സമയം ഇപ്പൊ എത്രയെന്നറിയോ? രാഹുകാലൊന്നും ആയില്ലല്ലോ, നീ വേഗം പുറപ്പെടാൻ നോക്ക്. എല്ലാം ഭംഗിയായിട്ട് നടക്കും. എടാ, അമ്പലത്തിൽ നല്ല തിരക്കായതുകൊണ്ട് വഴിപാട് പ്രസാദം കിട്ടാൻ കുറച്ച് താമസിച്ചു. ശരി, ഒരു കാര്യം ചെയ്യ്, മാമൻ കൂടി എന്റെ പോവാ. ഇനിയിപ്പോ ഷോപ്പിൽ ചെന്ന് പപ്പാട്ടനെ കൂട്ടി പോകാനൊന്നും സമയമില്ല. ആദ്യത്തെ ദിവസം തന്നെ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് മാമൻ കൂടി അങ്ങ് വാ. ആയിക്കോട്ടെ, എനിക്കതിൽ സന്തോഷമല്ലേ ഉള്ളൂ. ആ. ലതികെ, ഞങ്ങൾ പോയിട്ട് വരാം. പോയിട്ട് പാടാ, എല്ലാം ശരിയാവും. ശരിയാവുമ്മേ, എല്ലാം ശരിയായിക്കോളും. ദാ, പ്രസാദം കഴിച്ചിട്ട് പോടാ. പ്രസാദൊക്കെ വന്നിട്ട് കഴിക്കാം. വരുന്നുണ്ടോ? വാ, ആ വാ. വാ. ഈശ്വര, എല്ലാം ഭംഗിയായിട്ട് നടന്നു കിട്ടിയാ മതിയായിരുന്നു.